അപ്പോൾ ഇന്ന് ഞങ്ങൾ മൈസൂർക്ക് ഒരു ട്രിപ്പ് പോവാണ്. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും. വലിയ രീതിക്ക് എഡിറ്റിങ്ങൊന്നും ഇല്ലാതെ ഒരുപാട് കളിത്തമാശകളും ഇവനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. അതേമാതിരി ഷാമിൻ്റെ ഒരുപാട് മണ്ടത്തരങ്ങളും ഇത്ര കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ചെറുതായിട്ടുള്ളൊരു വീഡിയോ. പ്രിയ കൂട്ടുകാരെ, ഇതാണ് വയനാടിൻ്റെ പ്രശ്നം. ഏത് കാലസമയത്തും ഇവിടെ തിരക്കായി ഇമാതിരി കുറേ എണ്ണം ഉണ്ടാവും ബ്ലോക്കാക്കി. എന്താണ് ജാസിൽ സാറിന് പറയാനുള്ളത്? അവിടെ എങ്ങാടെ ബ്ലോക്ക് എടുക്കില്ല, എനിക്കറിയില്ല. ഹലോ ഗൈസ്, 2 വർത്താറ് എല്ലാവരും നടുങ്ങിപ്പോയി ഗൈസ്. ഇർഷാദിന്റെ ഹോട്ടലിൽ ഇർഷാദിന്റെ നാട് കൊടുവള്ളി. ثم الوصوف تضيع في أوصافك فبك استباح الشعر يشدو أعذب الألحان. كيف المديح يجيء إن كنت التي أعني بها أنت. ഹലോ ഗൈസ്, ഞങ്ങൾ മുത്തങ്ങ കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുത്ത ചെയ്യാൻ പോകുന്നത് മൈസൂരേക്കാണ്. മുത്തങ്ങ വരുന്നവരോട് പറയാനുള്ളത്, കാട്ടുപോത്തുകളും ആനകളും മയിലുകളും ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ മുത്തങ്ങ വരാം. പിന്നെ പുറത്തേന്ന് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നമ്മളെ പ്രിയപ്പെട്ട ആളുണ്ട്, ഷാഫിക്ക ഉണ്ട്. പിന്നെ അതുപോലെ എന്താ ജാസിക്ക പറയാനുള്ളത്? അതുപോലെ എന്താ നമ്മൾ സംസാരിക്കുന്നത്? മറ്റൊരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാണ്ട്. ഒരുപാട് നല്ല നല്ല നദികളും പുഴകളും ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും. അപ്പോൾ ഓക്കെ, ബൈ. ഞങ്ങൾ ഒരു കാടിന്റെ ഉള്ളിലാണ്. ഒരു കാടിന്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ ഇവിടെ ഒരു കാട്ട് വന്നിട്ട് അല്ല ഒരു പുലി ഞങ്ങൾ കണ്ടതായി കണ്ടു. ഞങ്ങളങ്ങനെ ഇവിടെ പോണ ടൈമിൽ ഏതോ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. കുറെ ഫ്ലവറൊക്കെ നേരെ പിടി. അങ്ങനെ ജാസിക്കാണ് ഞങ്ങളുടെ വീഡിയോഗ്രാഫർ. ഇത്രയും മനോഹരമായിട്ടുള്ള എടുക്കുക. പൂവിന്റെ അടിയിൽ ഫോട്ടോ എടുത്താൽ സ്വന്തമായി ഇതാണ് പാലസിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഏകദേശം അവിടെ എത്താനായിക്കണം. ഞങ്ങളിപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഒരു 7 ആളൊക്കെ ഉണ്ട്. പക്ഷെ അതാണ് ഇപ്പോൾ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരേണ്ട ക്യാപ്റ്റൻ ഷാമിലിനൊപ്പം ടീം കടവ്. ആൾക്കാരൊക്കെ നമ്മൾ നോക്കില്ല എന്താ ഇവരിങ്ങനെ ചെയ്യുന്നത്, എന്താ ചെയ്യണം. നമ്മളിങ്ങനെ മറ്റുള്ളവരും വേറിട്ടിരിക്കുമ്പോഴേ നമ്മൾ ഉടൻ പുറത്തിറങ്ങുന്നതാണ്. മൈസൂർ പാലസ് ഇതേ എനിക്ക് തോന്നുന്നത്
സംഭവം അറിയോ? താജ്മഹൽ ഏകദേശം ഒരു ലൈൻ ഉണ്ടാക്കി. പക്ഷെ ഓരോ കോപ്പി അടിച്ച് നോക്കി ആയിട്ടില്ല. അതാണ് സംഭവം. പക്ഷേ ഇപ്പൊ ഒരു സംഭവം ഇപ്പൊ നമ്മൾ സമ്മതിക്കണം. പറയൂ ജാസിക്ക. ഒന്നും പറയണ്ട. എന്താ വെച്ചാല് ഇവിടെ കുറച്ച് ഷോക്ക് ആൾക്കാർ കാണണമെന്നില്ല വലിയ ആരും. നമ്മളെ കൊണ്ടുപോണ ഇപ്പൊ എന്താ വീക്കെൻഡ് ആയത് കൊണ്ടായിട്ടും പോലും ആൾക്കാരില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. ഇനി മറ്റൊരു സാധ്യതയുണ്ട്, പൂട്ടിക്കാനുള്ളത് നമുക്കറിയില്ല. സമയം 4:41 അല്ലേ? ചെറുതായിട്ട് ടിപ്പുണ്ട്, മാറി വന്നിട്ടുണ്ടോ? പാലസിന് മുമ്പിൽ എത്തിക്കണം. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയൊരു പെടൽ പെട്ടു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വണ്ടി ഇരുന്ന് നടക്കാൻ വിചാരിച്ചു. പക്ഷെ അത് ഭയങ്കര ഒരു മണ്ടത്തരായി. അടിയത് 1.5 കിലോമീറ്റർ ജാസിൽ നോക്കിയ ഗൂഗിൾ മാപ്പ് ചെറുതായിട്ട് തെറ്റിപ്പോയി. അത് മറ്റേ എൻട്രൻസ് ആയിരുന്നു. ഞങ്ങളുടെ എൻട്രൻസ് കയറിയാണ്. ആൾക്കാരുടെ കൂടെയുള്ള പലരും പല ടിക്കറ്റ് ഓൺലൈനിൽ എടുക്കാൻ വേണ്ടി വാട്സ്ആപ്പ് നമ്പർ ആൻഡ് ഫോളോ ദ പ്രൊസീജിയർ ടു ടിക്കറ്റ് നമുക്ക് വാട്സപ്പിൽ എടുക്കാം. അല്ലെങ്കിലോ എന്തോ ഓഫർ ഉണ്ടോ ഓൺലൈൻ? വാട്സ്ആപ്പ് നമ്പർ ചിലപ്പോൾ എന്തെങ്കിലും ഫേക്ക് ആന്നല്ല, പിന്നെ ഫേക്ക് ഇവിടെ കൊടുക്കാം. ഈ വണ്ടി ഉണ്ട്. നമ്മൾ മൈസൂർ കയറി. ഹലോ ഗായ്സ്, ഇപ്പം ഞങ്ങൾ മൈസൂർ സൂവിലാണുള്ളത്. ഇർഷാദിന് വലിയ താല്പര്യമില്ല, എന്നാലും ഇർഷാദിനെ കൊണ്ട് നടക്കാൻ കഴിയുന്നത് പ്രശ്നമാണ്. ഈ ലോകത്ത് പടച്ചോൻ സൃഷ്ടിച്ചിട്ടുള്ള മഹത്തായിട്ടുള്ള സൂവിൽ ഒരുപാട് മൃഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മൃഗങ്ങളുണ്ട്. ഈ മൃഗങ്ങളൊക്കെ നമ്മൾ കാട്ടുപോയ ഫ്രീ ഏരിയ ആണ്. കോളേജ് ഗ്രാജുവേറ്റ് ചെയ്തു കാട്ടിലുള്ള 2 മന്തുള്ളൂ, പ്രത്യേകിച്ച് അതെല്ലാം നടക്കുന്നത്. വൈറ്റ് പീക്കോക്ക് എന്തോ എന്തിനോ വേണ്ടി നിൽക്കും. കുറേ മനുഷ്യന്മാരുടെ വന്നു എന്താണെന്ന് ഓൾക്ക് പറഞ്ഞു. സൂ വന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ നല്ലൊരു സുഖമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി തുടങ്ങിയതല്ല കാഴ്ചകൾ കാണാൻ, ഒരിക്കലുള്ളൂ. വെറുതെ തല്ലുവിടാണ്. അല്ലിവിടല്ലേ സൂവിൽ കുത്തിരുന്ന് എല്ലാ എല്ലാ ജന്തുക്കളെയും മൃഗാദികളെയും കണ്ട് ശാന്തമായി ഇരിക്കുകയാണ്. സീക്ക അവിടെ വെറുതെ കുത്തിരിക്കുന്നു ഫോണിൽ പറഞ്ഞിട്ട്. സീക്കക്ക് ബനാർഘട്ട പോവാത്തതിൽ നല്ല സങ്കടമുണ്ട്. അപ്പൊ അത് പരിഹരിച്ചു കൊടുക്കണമെന്ന് കമ്മിറ്റിയോട് ജാസിക്ക അഭ്യർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ സൂവിൽ കൂടെ തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ വഴിയിലൊരു മകളെയും അച്ഛനെയും കണ്ടു. മകൾ ഐസ്ക്രീം വേണ്ടി ശാഠ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ KV ഐസ്ക്രീമിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ കുത്തിയിരുന്നു. അങ്ങനെ അവർ പോയി. ഞങ്ങൾ തിരിച്ച് വരികയാണ്. എന്താണ് ഈ സമയത്ത് ജാസിൽക്ക പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു മൈസൂർ യാത്ര? ഷാമിലാണ് കൂടുതൽ പറയാനുള്ളത്. എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇവിടെ ഫുള്ള് പശുക്കളെ തട്ടിക്കഴിഞ്ഞാൽ സീനാണ് കേട്ടോ. മനുഷ്യരെ തട്ടുന്നത് പോലെയല്ല പശുക്കളെ തൊട്ടാൽ. ഏറെക്കുറെ ഷാമിൽ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്താ പറയാനൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ച് സംഭവമായി. ഊട്ടി മൈസൂർ യാത്ര ഞങ്ങൾ അടിപൊളിയായി ആസ്വദിച്ചു. പക്ഷെ കാണാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൈസൂർ വരുന്നവരോട് എന്താണെന്ന് പറയാനുള്ളത്? ഞാൻ പറയുന്നത് മൈസൂർ ബാച്ചിലേഴ്സ് ആണ് വരണത്. ഈ കുറെ സൂവും കുറെ ഈ പാട്ടും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ മൈസൂരേക്ക് ഈ സൂവും പാലസും ഹിസ്റ്ററി സാധനമൊന്നുമില്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും മൈസൂരില്ല. കാണാൻ അങ്ങനത്തെ ഒന്നുമില്ല പ്രത്യേകിച്ച്. അങ്ങനെ ഞങ്ങൾ ബന്ദിപ്പൂർ വഴി ഈ നാടുകാണി ചുരം വഴി തിരിച്ചു പോന്നു. അപ്പോൾ ഓക്കെ, ബൈ. അങ്ങനെ മൈസൂർക്ക്
നമ്മൾ ബാച്ചിലേഴ്സ് ആരും വന്നുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ കുറേ ഹിസ്റ്റോറിക് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, സൂ കാര്യങ്ങളൊക്കെ ഉള്ളൂ. വലിയ നമ്മളെ പോലത്തെ ആൾക്ക് വലിയ പിടിക്കും തോന്നുന്നില്ല. അതിനാണ് മൈസൂർ ഓവറോൾ ഒരു ഔട്ട്ലൈൻ പറയാനുള്ളത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഓക്കെ, ബൈ.